ലയനത്താക്കപ്പെട്ട പിശാച് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ സ്വാധീനിക്കാൻ തീരുമാനിച്ചാൽ ആദ്യമായി അവൻ സ്വാധീനിക്കുന്നത് നാവുകളിലായിരിക്കും. ശൈത്താൻ ഒരു മനുഷ്യനെ സ്വാധീനിക്കാൻ തീരുമാനിച്ചാൽ ആദ്യം നാവുമ്മയാണ് സ്വാധീനിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് നാവാണ് ഒരാൾക്ക് പേക്കുക. ദിവസം നഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം വെള്ളിയാഴ്ച രാവാണ് പോകുക. അതായത് സിനിമക്ക് പോണ ആൾ തന്നെയാണ്, പക്ഷെ ഓൻ തട്ടിമുട്ടി വെള്ളിയാഴ്ച രാവിക്കാണ് എത്തുള്ളൂ. വ്യാഴാഴ്ച രാത്രിയൊക്കെ ഓൻ്റെ പോക്കുണ്ടാകുക. വെള്ളിയാഴ്ച രാവ് കുണം പിടിക്കാതെ പോകുന്നത് ഒരു മനുഷ്യനിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോകുകയാണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. അതുകൊണ്ട് ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും ഉപയോഗപ്പെടുത്തേണ്ടത് വെള്ളിയാഴ്ച രാവിനെയാണ്. സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് സുബ്ഹിയുടെ മുമ്പുള്ള സമയമാണ്. സുബ്ഹിന്റെ മുമ്പുള്ള സമയമാണ് സമയങ്ങളിൽ ഏറ്റവും ഉപയോഗിക്കേണ്ടത്. മുഅ്മിനീങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. ലോകത്തെ നമ്മൾ പരിശോധിച്ചാൽ സുബ്ഹിന്റെ മുമ്പ് ഉണരുന്നത് 4 വിഭാഗക്കാരാണ്. സുബ്ഹിന്റെ മുമ്പ് ഉണരുന്നത് 4 കൂട്ടക്കാരാണ്. ഒന്ന്, കുട്ടികളൊക്കെ ഒന്ന് അടങ്ങിയിരുന്നാടാ, അള്ള കസാലയിലൊക്കെ ഇരുന്നാണ് മക്കളെ. എടാ എടോ ഇവിടെ ഒന്ന് ഇരുന്നാണ് നിങ്ങൾ. ആ വണ്ടികളൊക്കെ വരുന്നുണ്ട്, നിങ്ങൾ വരി. അതേ ഓടല്ലേ വേണ്ട, ഇവിടേക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട്, ഇവിടേക്ക് ഒന്ന് വന്നിരിക്കും. കായൊക്കെ എല്ലാവരും കൊടുക്കി, പിന്നെ പായസമൊക്കെ എല്ലാവരും കൊടുക്കി. ബിസ്മില്ലാ. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കുക. നാവും എങ്ങനെ ശൈത്താൻ കൂടുക, ഇതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം. എങ്ങനെ നാവുമ്മ ശൈത്താൻ കൂടുക എന്ന്. ഈ ശൈത്താന് കുറച്ച് പരിപാടികളുണ്ട്. ഒന്ന്, അവൻ പറയാതെയാണ് വരിക എന്നുള്ളതാണ്. ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കലല്ല പിശാചിന് ഇഷ്ടമുള്ളത്, ചെയ്തത് ഉപകാരത്തിൽ പെടാതെ പോകലാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. ശ്രദ്ധിക്കണം നിങ്ങൾ, ഞാൻ പറയണത്. നമ്മൾ നിസ്കരിക്കാതിരിക്കലല്ല ശൈത്താന് ഏറ്റവും ഇഷ്ടം, നിസ്കരിച്ചത് നമുക്ക് ഉപകാരം കിട്ടാതിരിക്കലാണ് ഏറ്റവും ഇഷ്ടം. അപ്പം ചിലപ്പം നിസ്കരിപ്പിക്കുന്ന പരിപാടി ആരെന്നെ ചെയ്യാം? ശൈത്താൻ തന്നെയാണ് ചെയ്യുക. നമ്മൾ നോമ്പ് നോൽക്കാതിരിക്കലല്ല പിശാചിന് ഇഷ്ടമുള്ളത്, നോറ്റ നോമ്പ് നമുക്ക് ഉപകാരമില്ലാതെ പോകലാണ് ഏറ്റവും ഇഷ്ടം. നമ്മൾ ഹജ്ജിന് പോകാതിരിക്കലല്ല ശൈത്താന് ഇഷ്ടം. പിന്നെ ഏതാ ഇഷ്ടം? ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് 20 കൊല്ലം കഴിഞ്ഞാലും ഹജ്ജ് വിശദീകരണ സമ്മേളനം നടത്തലാണ് ഏറ്റവും ഇഷ്ടം. ഹജ്ജിന് മൂപ്പര് പോയി എന്നിട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ആചാര്യടുത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെന്നാൽ മൂപ്പര് അബൂജാലിന്റെ കക്കൂസിന്റെ അവിടുന്ന് തുടങ്ങുക വർത്താനം. സംഗതി 20 കൊല്ലം മുമ്പ് മൂപ്പര് അവിടുന്ന് ഒന്ന് മറക്കിയിരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം. ചെയ്യാതിരിക്കലല്ല പിശാചിന് ഇഷ്ടം, ചെയ്തത് ഉപകാരമില്ലാതെ പോകലാണ്. അതായത് അവസാനം വെച്ചിട്ടാണ് സ്വീപ്പാക്കുന്നത്, ആദ്യത്തിലല്ല. ഒരു റൂമിൽ താമസിക്കുകയാണ് കുറേ യുവാക്കൾ. അതിലൊരാൾ മുടങ്ങാതെ തഹജ്ജുസ്കരിക്കുന്ന ആളാണ്. മുടങ്ങാതെ തഹജ്ജുസ്കരിക്കും. ഒരു ദിവസം തഹജ്ജുദിന്റെ സമയത്ത് അറിഞ്ഞില്ല, സുബ്ഹി ബാങ്കിന്റെ സമയത്താണ് അറിഞ്ഞത്. എന്നങ്ങനെ നീച്ചിട്ട് ആദ്യം നോക്കുക വേറെ ആരെങ്കിലും ഉണർന്നിക്കണോന്നാണ്. അതായത് ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാത്തത് മറ്റാരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന്. ഓൻ തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് 30 കൊല്ലമായിട്ടുണ്ട്. അവസാനം വെച്ച് ശൈത്താനെ സ്വീപ്പാക്കി. ഇതുവരെ 30 കൊല്ലം തഹജ്ജുദ് നിസ്കരിച്ചത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ഈ റൂമിലുള്ള എല്ലാവരും ഞാൻ തഹജ്ജുദ് നിസ്കാരക്കാരനാണ് എന്നറിയാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഒരു ദിവസം ഉണർന്നില്ലെങ്കിൽ എന്താ അത്ര അസ്വസ്ഥ ഉണ്ടാവേണ്ട കാര്യം? ബാക്കി ആരെങ്കിലും ഇത് അറിഞ്ഞോ എന്നാണ് ആലോചിക്കുന്നത്. സുബീക്ക് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്, പള്ളിയിൽ വന്നു. പക്ഷെ എന്നും സുബീക്ക് പള്ളിയിൽ നേരത്തെ വരുന്നത് ആരെങ്കിലുമൊക്കെ കാണാറുണ്ട്, ഇന്ന് ആരും കണ്ടില്ല. എന്നാൽ നിസ്കാരം കഴിഞ്ഞിട്ട് കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി പീടി ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ
അബ്ദുറഹ്മാൻ അസീസിനോട് പറയാണ്, അസീസേ ഇന്ന് സുബഹിക്ക് വാങ്ങിക്കൊടുത്തത് മയമുട്ടിയൊല്ലാക്ക് തന്നെയാണ്, എനിക്ക് ഉറപ്പാണ്, ഞാൻ നേരാണ് കണ്ടതാണ്. അതിൻ്റെ അർത്ഥം എന്താ? ബാങ്കൊടുത്തപ്പോൾ മൂപ്പര് പള്ളിയിൽ എത്തിയിട്ടുണ്ട് എന്ന് വേറുള്ളവർ അറിയണം, ഇല്ലെങ്കിൽ ഒരു സുഖമില്ല. ഇതന്നെ സംഗതി. ഷെയ്ത്താൻ ഈ ഷെയ്ത്താൻ്റെ ഒരു പരിപാടി എന്താ വെച്ചാൽ മൂപ്പര് ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് വരുമൊന്നുമില്ല. ഹലോ ഞാനാണ്ട് വരുന്നുണ്ട് കേട്ടോ, ഒരുങ്ങിക്കോ, അങ്ങനൊന്നും പറയില്ല. 1000 വട്ടം ഒരാളോട് പറഞ്ഞിട്ട് ഒരു കാര്യം നടക്കണില്ലെങ്കിൽ 1001 പ്രാവശ്യം പറയൂല എന്ന് ഷെയ്ത്താൻ തീരുമാനിക്കൂല. 1001 പ്രാവശ്യം വീണ്ടും പറയും. 10,000 പ്രാവശ്യം ഒരു കാര്യം ഒരാളോട് പറഞ്ഞിട്ട് നടന്നില്ലെങ്കിൽ 10,001 പ്രാവശ്യം ഇഞ്ഞോനോട് പറയാനാവൂല എന്ന് ഷെയ്ത്താൻ തീരുമാനിക്കൂല. അവൻ സജീവമാണ്, ആക്റ്റീവാണ്, സജീവമാണ്, അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചെയ്യാതിരിക്കുക എന്നതിനേക്കാൾ ഷെയ്ത്താൻ, അതായത് വെള്ളിയാഴ്ച നമ്മൾ ജുമക്ക് പോകാതിരിക്കുക എന്നതല്ല ഷെയ്ത്താൻ ഇഷ്ടപ്പെട്ട പരിപാടി. വെള്ളിയാഴ്ച നമ്മൾ ജുമക്ക് വന്നിട്ട് മേലെ ഇരുന്ന് വർത്താനം പറയലാണ് ഇഷ്ടമുള്ള പരിപാടി. കാരണം പള്ളിയിൽ വെച്ച് ഒരാൾ ദുന്യവിയായ സംസാരം നടത്തിയാൽ അവന്റെ 40 കൊല്ലത്തെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ 40 ഹദീസിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ജുമക്ക് പോകാതിരിക്കലല്ല ഇഷ്ടം, വന്നിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് 40 കൊല്ലത്തെ അമല് പൊളിക്കണം. നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് 40 കൊല്ലം ആയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഉള്ളിടത്തോളം അമല് മുഴുവൻ പൊളിഞ്ഞു പോകും. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ചെറുപ്പക്കാരോട്, പള്ളിക്ക് തട്ടില്ലേ ഇവിടെ, പള്ളിക്ക് മേലക്കില്ലേ, ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ കുറച്ച് നേരം വൈകി ജുമക്ക് വന്നാലും കുഴപ്പമില്ല, വന്നിരുന്നിട്ട് വർത്താനം പറയരുത്. കാരണം എന്താ? വന്നില്ലെങ്കിൽ വേറെ കാര്യമാണ്, വന്നാൽ ഉള്ള അമല് പൊളിയാണ്. وبقيسهم وقتادة من عينه ردت بكف المصطفى الحسناء. ഖൈസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു, സയ്യിദുനാ ഖൈസ് റളിയല്ലാഹു അൻഹു. 2 ഖൈസ് ഉണ്ട്, അതിൽ ആരാണ് ബദറിൽ പങ്കെടുത്തത് എന്നതിൽ തർക്കമുണ്ട്. സയ്യിദുനാ ഖൈസ് റളിയല്ലാഹു അൻഹു ചെവി അല്പം കേൾവി കുറഞ്ഞ ആളായിരുന്നു. ഖൈസ് റളിയല്ലാഹു അൻഹു ചെവി കേൾവി കുറവായതിനാൽ മൂപ്പര് ഉറക്ക വർത്താനം പറയും. അവനാന് കേൾക്കണില്ലെങ്കിൽ ആരായാലും ഉറക്ക വർത്താനം പറയല്ലോ. അപ്പൊ ഖൈസ് റളിയല്ലാഹു അൻഹു ഉറക്ക വർത്താനം പറയും. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറങ്ങി, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ബഅദാ അൻ തഹബത അമാലുകും വഅൻതും ലാ തശ്ഉറൂൻ എന്ന ആയത്തിറങ്ങി. നിങ്ങളാരും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കരുതേ, അങ്ങനെ സംസാരിച്ചാൽ അറിയാതെ അവന്റെ അമലുകൾ പൊളിഞ്ഞു പോകുന്നതാണ്. ഈ ആയത്തിറങ്ങിയ അന്ന് മുതൽ ഖൈസ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നില്ല. കുറേ ദിവസമായി ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ കാണാതിരുന്നപ്പോ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷിച്ചു, നമ്മളെ ഖൈസ് എവിടെ? സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഖൈസ് ഇപ്പോൾ വരാറില്ല നബിയേ. എന്താ ഖൈസ് വരാത്തതെന്ന് ചോദിച്ചു. ഞങ്ങൾക്കറിയില്ല നബിയേ എന്ന് പറഞ്ഞു. എന്നാ ആരെങ്കിലും പോയി ഖൈസിനെ കൂട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ സ്വഹാബികൾ പോയി ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടുവന്നു. ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താ ഖൈസ് ഞങ്ങൾ പള്ളിക്കൊക്കെ വരാത്തതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, പൊന്നാര നബിയേ, ഞാൻ പള്ളിയിൽ വരാത്തതിന്റെ കാരണം നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിച്ചാൽ അവന്റെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകുമെന്നല്ലേ ആയത്തിലുള്ളത്. എനിക്ക് ചെവി കേൾവി കുറവായതുകൊണ്ട് ഞാൻ ഉറക്ക സംസാരിക്കും. ഖൈസിന്റെ ഉള്ളോടത്തോളുള്ള അമല് മുഴുവൻ പോയില്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള അമലുകൾ പോകണ്ടെന്ന് കരുതിയിട്ട് ഖൈസ് വരാതിരുന്നതാണ് നബിയേ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈസേ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരിക്കുന്നു, നിങ്ങൾ രോഗിയായതുകൊണ്ട് നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം അറിയിച്ചിട്ടുണ്ട്.
മാത്രമല്ല നിങ്ങൾക്ക് അള്ളാഹു ഒരു ഓഫറും നൽകിയിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകും എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചിട്ടുണ്ട്. ഖൈസ് റളിയല്ലാഹു അൻഹു സന്തോഷായി. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ വെച്ച് നബിയേക്കാൾ ഉച്ചത്തിൽ സംസാരിച്ചാൽ അമൽ പൊളിഞ്ഞു പോകുമെന്നാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഉംറക്ക് പോണ കുറേ ആൾക്കാരുണ്ട്. ഉംറ കഴിഞ്ഞ് സിയാറത്ത് കഴിഞ്ഞിട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ സലാം പറയാൻ വേണ്ടി ചെല്ലുമ്പോൾ മൊബൈൽ ഓണാക്കിയിട്ട് ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കുക 756. അങ്ങനെ കാട്ടും ചിലവര്. അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ മിണ്ടാതെ കിടക്കുകയാണ്. നബി തങ്ങളുടെ ഹദറത്തിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. നമ്മുടെ എല്ലാ ഫിഖിന്റെ കിതാബിലും നബി തങ്ങളോട് സലാം പറയണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ബിഖഫ്ളി സൗത്തിൻ എന്ന് എഴുതിയിട്ടുണ്ട്. ശബ്ദം താഴ്ത്തിയാണ് പറയേണ്ടത്. ഉറക്ക സലാം പറയാൻ പാടില്ല നബി തങ്ങളുടെ ഹദറത്തിൽ വെച്ച് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. എന്നിട്ട് നമ്മളത് എന്തായാലും ഇപ്പോൾ വാട്സപ്പ് കൂടി മൊബൈലിൽ കൂടി കേൾക്കണ്ടേ, അതിനുള്ള ഒച്ചയിലും വേണ്ടേ. അപ്പം ഞാനത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് റഷീദ് ബാക്കൈ, മൂപ്പര് പറഞ്ഞു അത് ചിലപ്പോൾ ഇഷ്കൊണ്ട് ചെയ്തു പോണതേ ഇക്കാരം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് പിൻവലിച്ചു. അല്ല, ഇഷ്കൊണ്ട് ഇന്നത് ചെയ്യാന്നൊന്നുമില്ലല്ലോ. ചിലപ്പോൾ അങ്ങനെ ആണെങ്കിലോ